guys, welcome back to Medox. Guys, അപ്പോൾ ഇന്നത്തെ ചലഞ്ച് Guess the Cricketer Challenge. Guys, അപ്പം എന്തായാലും നമ്മുടെ IPL ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു ഇതായിട്ട് നമ്മളും Guess the Cricketer Challenge ആണ് നടത്താൻ പോകുന്നത്. ബ്രോയുടെ ടീം ഏതാണ് ബ്രോ? IPL Forever RCB bro. Oh bro, we are Chennai Super Kings. Forever RCB? Yes, forever. Forever ഇങ്ങനെ പൊസിഷൻ എന്താ ഇപ്പോ? പൊസിഷൻ എന്താ? എല്ലാ പ്രാവശ്യം പൊസിഷൻ ഗപ്പുണ്ടോ? ഇപ്പഴല്ല ബ്രോ, എത്ര കപ്പ് ഇരിപ്പുണ്ടെന്ന് അറിയാം. നമുക്ക് മടുത്തു ബ്രോ, നമുക്കൊരു ഇത് ചേഞ്ച് വേണ്ടേ. സോ ഗൈസ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്ത സബ് ചെയ്യാത്തവർ മറക്കാൻ സബ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഈ ചലഞ്ച് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ക്രിക്കറ്റേഴ്സിന്റെ കണ്ണും പിരികവും മാത്രമല്ലേ കാണിക്കത്തുള്ളൂ ഡോബർ ബ്രോ? ചിലത് മൂക്ക് കാണിക്കും, ചിലത് വാ കാണിക്കും, ചിലത് സൈഡ് കാണിക്കും എന്നൊക്കെയാണ് ക്രൂ പറഞ്ഞിരിക്കുന്നത്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഗസ് ചെയ്യേണ്ടത്. ആളെ റെക്കഗ്നൈസ് ചെയ്യണം. ഉത്തരം തെറ്റിയാൽ -പോയിന്റ് ഉണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ എന്തായാലും ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ദിനേഷ് കാർത്തിക്. അയ്യോ അല്ലല്ലേ അല്ലല്ല, ഞാനും വിട്ട്. ഷുവർ ക്വസ്റ്റ്യൻ. ത്രിപാഠിയാണോ? റെഹാനായിരുന്നു അത്. നെക്സ്റ്റ് വൺ. ഇത് ഏത് ടീമാണെന്നറിയാമോ? ഇതേതാണെന്നറിയാമോ? രാജസ്ഥാൻ റോയൽസ് തന്നെ. രാജസ്ഥാൻ റോയൽസ് അല്ല, KKR, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ചുമത്തെ അറിയാവോ? ഞാൻ അറിഞ്ഞൂടാ. ആദ്യത്തെ അക്ഷരം പറ. ആദ്യത്തെ അക്ഷരം പറ. ആറുകൂട്ടി കൊറേ ഉണ്ട്. ഷവർമ. രോഹിത് ശർമ്മ. ഏതൊക്കെ പേര് അറിയാമെങ്കിൽ എന്തെങ്കിലും ഗസ് ആയിരുന്നു അല്ലേ? ഒന്നും അറിയില്ല അല്ലേ? റിങ്കു സിംഗ് ആയിരുന്നു. ബ്രോക്ക് എന്താ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞിരുന്നത് ബ്രോ? നെക്സ്റ്റ് റൗണ്ട്. റിങ്കു സിംഗിന് അറിയാമായിരുന്നു. 1 2 3. എടാ മുംബൈയുടെ മുംബൈയുടെ അല്ല. ഈ സീസൺ KKR ആണല്ലേ? KKR. എനിക്ക് പേര് കിട്ടിപ്പോ. ന്യൂസിലാൻഡ് പ്ലെയർ. എനിക്ക് പേര് പറയാനേ ഇപ്പൊ. ക്രിക്കറ്റ് കളിക്കാരനാണ്. പിന്നെ അതുമല്ല, സോറി, സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ. ഞാൻ വിട്ട്. ഞാൻ ഗസ് ക്രിക്കറ്റ് പവർ ഓഫ് 28ാമത്തെ പേജില് ഒന്നുമില്ല, അറിയത്തില്ല. ഓ, കുണ്ടൻ ഡീക്കോ ആയിരുന്നു. എനിക്ക് അറിയായിരുന്നു. ഞാനതാ പെട്ടെന്ന് ചാടി കൈ പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തേങ്ങാക്കൊല. അപ്പൊ നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടല്ലേ ബ്രോ? എനിക്കും ഇങ്ങേർക്കും ഈ കളിയിൽ ജയിക്കും. ഈ ബ്രോ ഭയങ്കര തള്ളായിരുന്നല്ലോ. എന്റെ പൊന്നെ, ഇയാളൊക്കെ മറ്റേ കലക്കി കുടിച്ചെന്നാ അയാളുടെ വിചാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എടാ, ഇതെനിക്കറിയാളെ. 1 2 3. അല്ല, റസലല്ല. മാറ്റി പോലും നോക്കണ്ട. ആൽബിൻ. മൈനസ്. അതിന്റെ അടുത്ത് പറയാ നെൽസൺ മണ്ടാല. ഞാൻ എന്തായാലും പറയാ. പോൾ. എന്താ പോളെന്നൊക്കെ പറയുന്നു എന്നോട്. അല്ലല്ലോ, എവിടെ പോവല്ലേ? പോൾസ് എന്നായിരിക്കും അവന്റെ. അറിയില്ല, അവനറിയില്ല. കാണിച്ചോ. പറഞ്ഞല്ല മുട്ട പോവല. ഇവിടെ ഞാൻ ലാസ്റ്റ് ഇയാൾ പറഞ്ഞ പോൾസൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവലെന്ന് പറഞ്ഞു. ഇയാള് പറയണന്നേ. നെക്സ്റ്റ് റൗണ്ട്. നീ ഇങ്ങനെ ഇരുന്ന് മാറിച്ചു മാത്രം മതി. 1 അയ്യർ. നമ്പൂതിരി. അയ്യറല്ലാതൊന്നും. എനിക്ക് പക്ഷെ എനിക്കിങ്ങനെ എന്റെ എനിക്കും അറിയില്ല. മാറ്റിക്കോ അടുത്ത്. ഇവനായിരുന്നാ മനീഷ്. നമ്മുടെ സ്വന്തമാണ്. നമ്മുടെ മനീഷേ. നീ കളിക്കാനൊക്കെ കേറിയ ആലപ്പുഴയില് കക്കാവരി നടന്ന ടീമാ. ഇതൊക്കെ എന്റെ പൊന്നു ബ്രോ, അത് ഫുള്ള് കാണിച്ചാലും എനിക്കറിയാമല്ല. ഞാൻ വിട്ട്. എനിക്കൊന്ന് ചിന്തിക്കാൻ തരണം ടൈം.
ചിന്തിക്കാൻ തന്നെ എനിക്കൊന്നും കിട്ടുന്നില്ല. ആരല്ലേ വിട്ടുപുറം. ഞാൻ വിട്ട് അവരെ എല്ലാരും വിട്ടല്ലോ വിട്ടു. എന്റെ ദൈവമേ ലുവിനത്ത് ഇതൊക്കെ നാവിന്റെ തുമ്പത്തിരിക്കുന്ന സാധനമായിരുന്നു. തുപ്പിക്കൂടെ പറഞ്ഞു അവിടെ രണ്ട് ഞാൻ 6 വരെ ഉണ്ട്. പിന്നെ 2 പേർക്ക് ക്രൂ ആണ് പറയണ്ടത്. ആദ്യമേ ആരെ പറയണ്ടേ? ഞാനാണോ പറയണ്ടേ? സുനിൽ നരേൻ അടുത്ത കാണിക്കേ. മണ്ടനം കിട്ടിയില്ല, ഫോട്ടോ മരമണ്ടർ കിട്ടി. ഇതൊക്കെ ഫോട്ടോ നരമുടി കണ്ടപ്പോൾ കണ്ണില് വെട്ടുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞോ കിട്ടും. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അല്ലേ? ചക്രവർത്തി. വരുൺ ചക്രവർത്തി. പിന്നെ വരുൺ എന്ന് പറയാത്ത എന്താ? ബ്രോ ബാറ്റ്സ് അത് അവര് ചെയ്യാം. ഫസ്റ്റ് നെയിം ഉപയോഗിക്കണവരുണ്ട്, സെക്കൻഡ് നെയിം ഉപയോഗിക്കണവരുണ്ട്. ആൻഡ്രൂ റസൽ. എനിക്ക് പറ്റുന്ന ഞാൻ കൈ നോക്കും. എനിക്കത് ഞാൻ വിട്ട് കണ്ണുണ്ട് പിന്നെ മുടി പറ്റ അതറിയാൻ വരാം. നിക്കോളാസ് പൂറൻ. അത് നിനക്കറിയാന്ന് പറഞ്ഞാ എന്താ? നിക്കോളാസ് പൂറൻ. അവന്റെ പേര് നിക്കോളാസ് പൂറൻ എന്നാണ്. പൂറിന്റെ കാര്യം നിക്കോളാസ് പൂറിന്റെ കാര്യം പറഞ്ഞേ. ഇപ്പൊ കാണിക്കെടുത്ത് ഇത് ചെയ്യാൻ പറ്റിയ സിനിമ ഋഷഭ് പന്ത്. ശർമ്മ. ഏത് ശർമ്മ? ശർമ്മ പറഞ്ഞേ. ഇത് ഭയങ്കര ചോകട്ടെ. ശർമ്മ 2-3 പേര് അറിയുള്ളൂ അല്ലേ? നെക്സ്റ്റ് വൺ പ്ലീസ്. സൂര്യകുമാർ യാദവ്. ആണോ? 0. ഓക്കെ നെക്സ്റ്റ് വൺ. സൂര്യകുമാരൻ. ഞാൻ കണ്ടില്ല. നമ്മളാരും കണ്ടില്ല. വേറെ ശുഭ്മാൻ ഗിൽ. ശുഭ്മാൻ ഗിൽ. തെറ്റാണോ? ഇപ്പൊ പറയും ജോനാഥൻ ശുഭ്മാനിലല്ല, മറ്റേവനാണേ. പുതിയ കേരള പ്ലെയർ. അവനാണോ? അവനല്ല. അവനാണെന്ന് ഞാൻ പറയത്തില്ലായിരുന്നു. കാരണം അവന്റെ പേര് എനിക്കറിയാൻ അറിയത്തില്ല. പുത്തൂര് വിഘ്നേഷ്. നമ്മുടെ മലപ്പുറം പുത്തൂര് അറിയാം. നെക്സ്റ്റ് വൺ പ്ലീസ്. ഹാർദിക് പാണ്ഡ്യ. എന്നെ സമ്മതിക്കുന്നില്ല കൈപൊക്ക. ഞാൻ പൊക്കിയ എല്ലാം പറയുമെന്നറിയാം. നമ്മളെ കൈപൊക്കാൻ സമ്മതിക്കാം. അന്ന് നിങ്ങൾ എല്ലാരും സ്ലോയില് പൊക്ക്. അയ്യ പേടിയാ. പേടിയല്ല ഉറപ്പാ. കാണിച്ച 1 2 3. ഇല്ല ഞാനാ. ഞാൻ പറഞ്ഞു ബുംറ. എന്റെ ആദ്യത്തെ കളഞ്ഞ ബുംറ. ഞാൻ 3 പറഞ്ഞു. ഗമ്മോണെന്ന് പറ. ഞാൻ 3 പറഞ്ഞടാ. ഞാൻ ഇനി മിണ്ടത്തില്ലേ. ചൂട് നീ അറിയും. ഞാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാം. ചൂടാക്കി. എന്ത് പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും? പറ്റി എന്തിനാ കയ്യിലൊക്കെ പിടിച്ചിരിക്കുന്നത്? കണ്ടോ സാധനം കണ്ടോ? ഇതുകൊണ്ടാണ് ഞാൻ കൈ നോക്കാത്ത. മുംബൈ ഇന്ത്യൻസിന്റെ പ്ലെയർ ആണോ?
മുംബൈ ഇന്ത്യൻസിന്റെ അത് മോൻ കണ്ടറിയാം. ഇത് ബോളറല്ല, ബാറ്റ്സ്മാൻ. ഒരു ആൻസർ അറിയില്ലെങ്കിലും കോണടിക്കാൻ കുഴപ്പമില്ല. നമുക്ക് അതല്ലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ. അറിയോ ബ്രോയ്ക്ക് അറിയാമോ? ക്ലൂ തന്നെ ഞാൻ പെട്ടെന്ന് പറയും ബ്രോ. ഇതിന്റെ ആദ്യത്തെ പേര് പറഞ്ഞിട്ട് 2 പേരുണ്ട്. അതിന്റെ ആദ്യത്തെ പേരാണ് പറഞ്ഞത്. രണ്ടാമത്തെ പേര് ഞാൻ ഇപ്പൊ പറയും. വർമ്മ. ഓ വർമ്മ. സൂര്യനാരായണ വർമ്മ. രാജാവാ, മുംബൈ ഇന്ത്യൻസിന്റെ രാജാവാ. നീ കിട്ടുന്നില്ല. ഞാൻ കിട്ടുവാ. ദിഗേഷ് വർമ്മ ആയിരിക്കും. കണ്ടോ, തിലക് വർമ്മ. തിലക് വർമ്മ. അതാ ഞാൻ പറഞ്ഞത്. തിലക് വർമ്മ. ഇല്ല, അത് ഞാൻ അങ്ങനെ പുള്ളിനെ വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്റെ പോലെ ഇത്ര ഫേസ് കണ്ടിട്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, നമ്മള് ഭൂലോക തോൽവികളാ. ശ്രേയസ് അയ്യർ. ഓ, അത്രയും ഫേസ് കാണിച്ചിട്ട് പറഞ്ഞില്ലേലുണ്ടല്ലോ, ഭയങ്കര തോൽവിയാ നമ്മള്. നീ നെക്സ്റ്റ് വൺ പ്ലീസ്. പോയി. ഇനി ഫോർഡ് പറയണോ? ഇനി വേണ്ട. ഏതോ സിക്കാന്ന് മനസ്സിലായി. സിംഗ് അല്ലടാ, സിംഗ്. ഇന്നുമല്ല, സിക്കുമല്ല. പിന്നെ തലയിൽ എന്തോ മഴ. അത് മോളെ ഓൾറൗണ്ടർ. ഒന്നും കിട്ടണില്ല. എനിക്കറിഞ്ഞൂടാ. തപ്പി നോക്കി കിട്ടും. ബ്രോ പറഞ്ഞോ. ഹർപ്രീത്. നെക്സ്റ്റ് വൺ പ്ലീസ്. മാക്സ്വെൽ. മാക്സ്വെല്. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും മാക്സ്വെല്ലെന്ന് മനസ്സിൽ. 0. അല്ലേ? ജക്ടർ മൈമി 0-ലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. മൈനസിൽ നിന്ന് കരകയറിയിരിക്കുന്നു. നെക്സ്റ്റ് വൺ സഞ്ജു സാംസൺ. എനിക്ക് ഞാൻ അഭിവരിച്ചിരിക്കുന്നു പോയി. കുറെ നേരമായിട്ട് നോക്കിയിരിക്കാം സഞ്ജയ് സാംസൺ എപ്പോഴാണ് വന്നെ. ഇനി കുറച്ച് സാധനം കിട്ടും. മറ്റേ മഹേന്ദ്ര സിംഗ് ധോണി അങ്ങനത്തെ കുറച്ച് സാധനം കിട്ടും. സച്ചിൻ അതൊക്കെ നോക്കി നിൽക്കുക. നെക്സ്റ്റ് വൺ. അയ്യോ, സുനിൽ ഛേത്രി. ഒന്ന് തിരിച്ചു എങ്ങനെയാ കിട്ടിയ പോയിന്റ്? അത് ഫുട്ബോൾ. ആ പുള്ളിക്കാരനെ ഞാൻ വിചാരിച്ച് വേണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ കഴിയുമ്പോ നമുക്ക് റിഗ്രറ്റ് വരും. ബ്രോ അല്ല ബ്രോ ഇതാ മറ്റേതാണല്ലോ. ഏത് ഗെയ? ജക്ടമേമിയാണ് ബുക്ക് ചെയ്ത്. അപ്പൊ കൺഫ്യൂഷൻ എനിക്ക് കാണുന്നു. കണ്ണിലേക്ക് എത്തി. ഞാൻ ഓൾറെഡി വണ്ണ. നെക്സ്റ്റ് വൺ. ഇവരൊക്കെ എത്താൻ കുറച്ച് താമസിച്ച് ഞാൻ നേരത്തെ എത്തി. മഹേന്ദ്ര സിംഗ് ധോണി. ഗൈസ് നെക്സ്റ്റ് വൺ. ബ്രോ തല. ഞാൻ കണ്ടില്ല. ഋതുരാജ് ജയ്ക്വാഡ്. ഭാഗ്യം. നെക്സ്റ്റ് വൺ. റോനെ ഡൈവേർട്ട് ചെയ്യാൻ സിമ്പിളാ. ഞാനാ അശ്വിൻ. ജഡേജ, രവീന്ദ്ര ജഡേജ. എല്ലാരും മണ്ണൊക്കെ കഴിഞ്ഞല്ലേ. അങ്ങനെ ചെയ്ത പൊക്കത്തില്ല. എനിക്ക് അറിയാമെങ്കിലും ഞാൻ പൊക്കുള്ളു. അപ്പൊ ഇതോ അത് ഞാൻ അറിയാതെ മറ്റേ ഓർമ്മ വന്നു. ലസിത് മലിംഗ. അതെ, മുടി മാലിംഗ ഫാസ്റ്റസ്റ്റ് ബൗളർ. ബ്രോ 4. ജക്ടർ മൈമി 4. നെക്സ്റ്റ് വൺ. സച്ചിൻ. സത്യം ഞാൻ കണ്ടില്ല. ഏതാ സച്ചിനല്ലേ? കപിൽ ദേവ്. ബ്രോ എങ്ങോട്ടേ കയറി പോവാ. ഓക്കെ നെക്സ്റ്റ് വൺ. അടുത്തത് യുവരാജ്. ബ്രോ ഈ യൂണിവേഴ്സിറ്റി ഇല്ല അല്ലേ? ഓക്കെ നെക്സ്റ്റ് വൺ പ്ലീസ്. ഒന്ന് മതിയുടെ. ആ ഒന്ന് തന്നെ എങ്ങനെ കിട്ടിയതാ? ഓ, എനിക്കറിയാറില്ല. സേവാങ്ക്. സേവാങ്കിനെയൊക്കെ അറിയത്തില്ലെന്ന് പറയുന്ന. അതാ ഞാൻ പറയാ, നീ നെക്സ്റ്റ് വൺ. ഹർഭജൻ സിംഗ്. നെക്സ്റ്റ് വൺ. ശ്രീശാന്ത്. അയ്യോ ശ്രീശാന്ത്. അയ്യോ അടിയാ മുടി മാറ്റിയാണ് അത് പറ്റിയത്. ഇവിടെ ഒരാൾ ഞെട്ടുന്നു. ഓക്കെ നെക്സ്റ്റ് വൺ. മൂന്നാവണ്ട ഞാനാ. ഗംഭീർ. ഗൗതം. നെക്സ്റ്റ് വൺ. പാവണ്ടാ. നെക്സ്റ്റ് വൺ.
സുരേഷ് റൈന. നെക്സ്റ്റ് ഇർഫാൻ പത്താൻ. എന്ത് പാത്താൻ? ഇർഫാൻ പത്താൻ. ആ ഞാൻ പൊക്കത്തില്ല ചത്താല്. 3 സഹീർ ഖാൻ. ഇത് മറ്റവനല്ലേ? ശർമ്മ. ഓ അതിനെ പേര് മറന്നു വേടേ. സുനിൽ ഗവാസ്കർ. നെക്സ്റ്റ് വൺ പ്ലീസ്. റിക്കി പോണ്ടി. റിക്കി പോണ്ടി. റിക്കി പോണ്ടി. റിക്കി പോണ്ടി. 11 എങ്ങോട്ടേ പോണേ? നെക്സ്റ്റ് വൺ പ്ലീസ്. ഷെയ്ൻ വാട്സൺ. ഞാനാ ഞാൻ പറഞ്ഞോട്ടെ ഇത് മാത്രമേ ബ്രോ ഏറ്റവും അവസാനം പൊക്കി ബ്രോ. എന്റെ പൊന്ന് ബ്രോ എനിക്ക് ഇത് കൂടെ പോയിന്റ് ചെയ്ത് കൂടി ഇത് കൂടെ ഗൈസ് ക്രിസ് ഗെയിൽ ആണത്. ഓക്കെ നെക്സ്റ്റ് 1 2 3 1 2 3 ശിഖർ ധവാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. അയ്യോ കണ്ണാടി. അയ്യോ. എടേ കോച്ച്. എടാ ഗാംഗുലി. ആണോ? 15 ரொம்ப ദൂരം പോയിട്ട് ഞാൻ ഇനി തിരിച്ചു പിടിക്കട്ടെ. ജാക്ക് പോട്ട് ഇടാൻ പോലെ. ധോണിയൊക്കെ വന്നു പോയി. മറ്റേ ഇത് ബാസ്കറ്റ്ബോളിന്റെ രാഹുൽ. KL രാഹുൽ. നെക്സ്റ്റ് വൺ പ്ലീസ്. എടേ ഏതാ ടീം എന്ന് അറിയോ? ഇന്ത്യൻ ടീം. ഒരാൾ മുംബൈ. അല്ല, ഡൽഹി. എനിക്ക് മനസ്സിലായിട്ട് ഇവന്റെ പേര് ഞാൻ വിട്ടു. ഈ പേര് ഓർമ്മ കിട്ടുന്നില്ല. ഡിസൈൻ ക്ലൂ ആണോ? ക്ലൂ വേണം. ക്ലൂ വേണം. നടുക്കത്തെ പേര് ദീപ്. കുൽദീപ്. കുൽദീപ് യാദവ്. ഗുഡ് ബൈ. താങ്ക് യു. സെക്കൻഡ് ലാസ്റ്റ്. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? സ്മൃതി ബന്ധാന. പുള്ളിക്കാരത്തി നൈസാ. ലാസ്റ്റ് ചാൻസ് ബ്രോ. അവിടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ. എൽസിബറി. എനിക്കറിയാം ഒരു പൂമഴ കാണിക്കുള്ളൂ. ഞാൻ വല്ല മറ്റേ ശക്തി പറയാൻ അതല്ലേ. ശരി. ഗൈസ്, അപ്പൊ നമ്മുടെ ചലഞ്ച് ഇതോടെ തീർന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ അടുത്ത പോയിന്റ് സിസ്റ്റം നോക്കുവാണെങ്കിൽ KMC കൊമ്പനാണ് 16 പോയിന്റ്സ് എടുത്ത് ഫ്രണ്ടിൽ നിൽക്കുന്നത് ഗൈസ്. അതേപോലെ നമ്മുടെ ജക്രേഡൻ തൊട്ട് പിന്നാലെ ഉണ്ട് 100 പോയിന്റ്സ്. 100 അല്ല 10. അപ്പം അതിനേക്കാൾ തൊട്ട് പിന്നാലെ തന്നെ എഡ്വിൻ ജോർജ് ഉണ്ട് 1 പോയിന്റ് ഗൈസ്. അപ്പം എന്തായാലും അപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ലവ് യു ഓൾ.